പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാലിനിയോട് സംസാരിക്കാൻ ജയശങ്കർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം തങ്കച്ചിയെ അറിയിച്ചതോടുകൂടി തങ്കച്ചി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താണ്. എന്നിട്ട് മാലിനിയുമായി സംസാരിക്കുകയാണ്. മാലിനിയോട് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാം. ആ ജയശങ്കർ എന്തിനും പോന്നവനാണ്, അയാൾ ഒരുപക്ഷെ കൊല്ലാനും മടിയില്ലാത്തവനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. നീയും ഞാനും ഒരുമിച്ച് നിന്നാൽ പലതും ചെയ്യാൻ കഴിയും. ജയശങ്കറിനെ മുട്ടുകുത്തിപ്പിക്കാനും കഴിയും. എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ മാലിനി പറയണേ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങളുടെ ഒരു സഹായവും വേണ്ട, അതുകൊണ്ട് നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞ് തങ്കച്ചിയെ മാലിനി അങ്ങ് ആക്ഷേപിച്ചു വിടുകയാണ് കേട്ടോ. അപ്പോൾ തങ്കച്ചി ഒരു ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഹോസ്പിറ്റലിലെ MDയുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, അയാളും എൻ്റെ കടക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് ഒരു ചെറിയ സംശയം വരികയാണ്, തങ്കച്ചിയെ കൊണ്ട് ഇനി എനിക്ക് തലവേദന ഉണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ തങ്കച്ചി നേരെ ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഞാൻ ആ മാലിനിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ എഗ്രിമെൻറ്റുകൾക്കെല്ലാം തന്നെ അവൾ തയ്യാറായിട്ടുമുണ്ട്. അതുകൊണ്ട് ജയശങ്കർ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്ന് പറയുമ്പോൾ, നീ കടന്നു പോവടി, നിന്നെ ആരാ ഇവിടേക്ക് വിളിച്ചത് എന്ന് ചോദിച്ച് ജയശങ്കർ ആട്ടി വിടുകയാണ് കേട്ടോ. അപ്പോൾ തങ്കച്ചി പറയാണ്, ഞാൻ പൊയ്ക്കോളാം, പക്ഷേ നിങ്ങൾ ഇനി കണ്ണീരി കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് മാലിനിയുമായി ജയശങ്കർ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ നിരഞ്ജനെ വെറുതെ വിടണം, നിങ്ങൾ എന്തിനാണ് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ മാലിനി പറയണം, ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, എന്നെ തേടിയാണ് നിരഞ്ജൻ വന്നത്, ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഉപദേശിക്കേണ്ട സാർ, ഞാൻ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ നിരഞ്ജനെ നിങ്ങൾക്ക് ഉപദേശിക്കാമല്ലോ, നിരഞ്ജനോട് എന്നെ കാണാൻ വരണ്ട എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ, എന്ത് പറഞ്ഞാലും അവൻ അത് അനുസരിക്കേണ്ടേ, അവൻ്റെ തലയിലേക്ക് കയറണ്ടേ. അപ്പോൾ തങ്കച്ചി ഇവിടേക്ക് വന്നതേ എനിക്ക് എന്ത് ഒത്താശ ചെയ്തു തരാനും തങ്കച്ചി എൻ്റെ കൂടൊപ്പം എന്നെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അതുപോലും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ ഇവിടേക്ക് കൂടുതൽ ശല്യപ്പെടുത്താൻ വരികയോ നിരനെയും എന്നെയും കുറിച്ച് നിങ്ങൾ പറയുകയോ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമുണ്ടാകുന്നത്. എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും അങ്ങനെയല്ല, അതുകൂടി ഓർത്തോ എന്ന് പറഞ്ഞപ്പോൾ ജയശങ്കർ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇവളോട് എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല, ഇവൾക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ തങ്കച്ചി അക്ഷരയോടെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അത് നിരഞ്ജൻ കാണുകയാണ്. അങ്ങനെ നിരഞ്ജൻ വിശാലിനെ ഫോൺ വിളിക്കുകയാണ്. ആ തങ്കച്ചിയെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, സാറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാവും, സാറാണെങ്കിലോ അവിടെ ഇല്ലതാനും. അതുകൊണ്ട് വിശാൽ ഒന്ന് അവിടേക്ക് ചെല്ലുമോ, അക്ഷരയുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അക്ഷര തങ്കച്ചി ഓരോന്ന് പറയുന്നത് കേട്ട് വല്ലാതെ പേടിക്കുകയോ, അങ്ങനത്തെ അക്ഷരയല്ലല്ലോ, എനിക്കറിയാവുന്ന അക്ഷരയ്ക്ക് അങ്ങനെ ആരെയും ഒന്നിനെയും പേടിയില്ലാത്തതാണല്ലോ. അപ്പോൾ നിരഞ്ജൻ പറയണേ, എന്തായാലും എനിക്കിപ്പോൾ അവിടേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഒന്ന് വിശാൽ അവിടേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്. അല്ല നിരഞ്ജൻ എവിടെയാണ്, ഞാൻ അത്യാവശ്യമായിട്ട് അന്ന് പുറത്ത് പോവുകയാണ്, അതുകൊണ്ടാണ് തങ്കച്ചി വരുന്നത് ഞാൻ കണ്ടത്, അതാണ് വിശാലിനോട് പറഞ്ഞത്, ഒന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ വിശാൽ അതിനെന്താ, ഞാനിപ്പോൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് വിശാലും കൂടി അവിടേക്ക് പോവാട്ടോ. എന്നിട്ട് തങ്കച്ചി വരുന്നത് കാണുമ്പോൾ കാഞ്ചന, നിങ്ങൾ എന്തിനാണ് അപ്പോൾ ഇവിടേക്ക് വന്നത്, എനിക്ക് അക്ഷരയോടൊന്ന് സംസാരിക്കണേ, എന്തിന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അക്ഷര വരികയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അതിനെ അക്ഷര, ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ജയശങ്കർ സാറിനെ കണ്ടു, അതിന് ഞാൻ അവളെ കണ്ടിട്ടാണ് വരുന്നത്. ഏതവളേനെ, അവൾ ചില്ലറക്കാരിയൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ എൻ്റെ ഡാഡിയെ സഹായിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ ഡാഡിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അവൾ ചില്ലക്കാരിയല്ലേ, അവളെ ഒതുക്കാനുള്ള എല്ലാ സഹായവും ഞാൻ തരാം, അല്ല എന്നുണ്ടെങ്കിൽ നിരഞ്ജനെ നിനക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടോട്ടെ, എന്നാലും നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. മോളെ, നിനക്കും നിന്റെ ഡാഡിയുടെ അതേ സ്വഭാവമുണ്ട്, നിനക്കും എടുത്തുചാട്ടം കൂടുതലാണ്, അതുകൊണ്ടല്ലേ നിന്റെ ഡാഡി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിന്റെ അമ്മയുടെ അവസ്ഥ നിനക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് തങ്കച്ചി നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ടോ? അപ്പോൾ കാഞ്ചന പറയണേ, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ, അങ്ങനെ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലൊന്നും ഞാൻ പോവില്ല, ഇത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്, കോടതി വിധി വന്നാലേ ഇത് എനിക്ക് അവകാശപ്പെട്ട വീടാണ്. അപ്പോഴത്തേക്കും വിശാൽ അവിടേക്ക് വരികയാണ്. നിങ്ങളെന്താ ഇവിടെ ആണുങ്ങളില്ലാത്ത സമയത്ത് കയറി വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങളോടല്ലേ ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞത്? അപ്പോൾ കാഞ്ചന പറയണേ, ഞങ്ങൾ പറഞ്ഞിട്ട് ഇവളെ ഇറങ്ങി പോകുന്നില്ല മോനെ. അത് ശരി, തങ്കച്ചിയുടെ ഗുണ്ടായുസമൊക്കെ അങ്ങ് പുറത്ത് കാണിച്ചാൽ മതി, ഇവിടെ കയറി കളിക്കാൻ നിൽക്കേണ്ട നീ, അല്ലെങ്കിൽ വിവരം അറിയും. നീയാണോ എന്നെ വിവരം അറിയിക്കാൻ പോകുന്നത്? നിനക്കതിന് എന്ത് യോഗ്യതയാടാ ഉള്ളത്? നിനക്കിങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ ജയശങ്കറിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി നിനക്ക് കഴിയുമോ? സ്ഥാനത്ത് നിരഞ്ജനാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞേനെ, പക്ഷേ നിന്നോട് എനിക്ക് മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല, വഴിപോക്കരോട് ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ അക്ഷര പറയണേ, വിശാൽ അതിന് വഴിപോക്കരൊന്നുമല്ല, ഈ വീട്ടിൽ അവകാശമുണ്ട്, വിശാൽ എൻ്റെ അപ്പച്ചിയുടെ മോനാണ്, അദ്ദേഹത്തിനുള്ള അതേ അവകാശം
വിശാലിനും ഈ വീട്ടിലുണ്ട്. ഓഹോ, അത് ശരി, കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയോ? അടി, നിനക്ക് വിശാലിനോടുള്ള ശത്രുതയൊക്കെ മാറിയോ? എന്ന് മുതലാടി നിനക്ക് അപ്പച്ചിയുടെ മോനായതും രഞ്ജനുള്ള അതേ സ്ഥാനം വിശാലിനും നീ കൊടുത്തോ? അങ്ങനെയാണെങ്കിൽ അവകാശം വീട്ടിൽ മാത്രമാണോ അതോ നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും അങ്ങ് ദേഷ്യം പിടിക്കാണ്. മര്യാദക്ക് സംസാരിച്ചോളൂ. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ, നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നവളാണ്, എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. എന്താ, നിന്റെ അപ്പച്ചിയുടെ മകനല്ലേ ഈ നിൽക്കുന്നത്, ഇവൻ്റെയും സഹായം വേണ്ടേ നിനക്ക്? അപ്പോൾ വിശാല് പറയണേ, നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മര്യാദക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ പിടിച്ചിറക്കാനും എനിക്കറിയാം. നീ എന്നെ എന്ത് ചെയ്യുമടാ? നീ എന്നെ ഒന്ന് പിടിച്ചിറങ്ങ്, അതിനുള്ള ധൈര്യമുണ്ടോ? എൻ്റെ ധൈര്യം നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ച് വിശാല് തങ്കച്ചിയുടെ നേരെ അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും കാഞ്ചന തടയാണ്. വേണ്ട മോനെ, ഇവള് ഇറങ്ങിപ്പോയിക്കോളും, വെറുതെ ഈ വീട്ടിലെ മനസ്സമാധാനം കളയണ്ട. അപ്പോൾ തങ്കച്ചി പറയണേ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ നീ ഒന്ന് ഓർത്തു വെച്ചോ, നിരഞ്ജനെ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും, അപ്പം നീ പഠിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തങ്കച്ചി പോകുന്നത്. അത് കേട്ടപ്പോൾ അക്ഷരയ്ക്ക് പെട്ടെന്നൊരു വിഷമം പോലെ വരികയാണ്. വിശാൽ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത്? എന്താണ് ഇത്രയൊക്കെ പറയാൻ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അക്ഷര ഒന്നും മിണ്ടാതെ റൂമിലേക്ക് അങ്ങ് പോവാട്ടോ. അപ്പോൾ കാഞ്ചന, മോനെ ഇങ്ങോട്ട് വന്നേ, ഞാൻ കാര്യം പറയാം, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിശാലിനോട് കാഞ്ചന എല്ലാ കാര്യം പറയാൻ. നിരഞ്ജനും അക്ഷരയും തമ്മിൽ എന്നും വഴക്കാണ്, അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല, എന്തോ ഒരു പെണ്ണിൻ്റെ പ്രശ്നമാണ്, പക്ഷേ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ വിശാൽ പറയണേ, അങ്ങനെ ഒരാളല്ല നിരഞ്ജൻ, ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. അക്ഷരയോട് ഞാൻ പറഞ്ഞ് സംസാരിക്കാം. വേണ്ട മോനെ, അക്ഷര അതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം അവളുടെ കയ്യിൽ എന്തോ ഫോട്ടോ വീഡിയോ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. എന്തായാലും മോനെ, നിനക്കൊരു നല്ല കാര്യമാണ് ഇനി വരാൻ പോകുന്നത്, ഞാൻ ആഗ്രഹിച്ചതുപോലെയാണ് ഇനി വരാൻ പോകുന്നത്. അക്ഷര ഇതുവരെയും നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ അതും സംഭവിച്ചു. അതുകൊണ്ട് ഇതെല്ലാം ആ പെണ്ണ് വന്ന കാരണമാണ്. അതുകൊണ്ട് മോനെ, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് ഞാനും ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ അമ്മ ഈ പറയുന്നത്? നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി, നീ ഇപ്പോൾ തൽക്കാലം പൊയ്ക്കോ എന്ന് പറഞ്ഞ് നേരെ കാഞ്ചന അക്ഷരയുടെ അടുത്തേക്ക് ചെല്ലുകട്ടോ. എന്നിട്ട് അക്ഷരയോട് പറയണ, മോളെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എനിക്കെന്തോ ഇതൊന്നും അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല അപ്പച്ചി. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ്, ഇതെനിക്ക് അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലല്ലോ. മോളെ ഒരു കാര്യം ചെയ്യും, നിരഞ്ജനെ അങ്ങനെ കയറി ഊരി വിടരുത് മോളെ. എന്ത് ചെയ്യാനാണ് അപ്പച്ചി? പട്ടമൊന്നും അല്ലല്ലോ എൻ്റെ കയ്യിൽ കോർത്ത് നടക്കാനും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പച്ചി? പിന്നെ ആ സമയത്ത് വിശാൽ ഇവിടേക്ക് കയറി വന്നത് അത് ആര് പറഞ്ഞിട്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അപ്പച്ചി ഒരു കാര്യം വിശാലിനോട് പറഞ്ഞേക്ക്, എൻ്റെ മനസ്സിൽ നിന്നും പഴയ ദേഷ്യമൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞാണ് അക്ഷര പോകുന്നത്. അതോടുകൂടി കാഞ്ചന ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കില്ലേ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നീട് സ്വാമിയും തങ്കച്ചിയും കൂടി സംസാരിക്കുകയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, അപ്പോൾ ജയശങ്കറിന് നമ്മൾ കൂടാതെ മറ്റാരോ ശത്രുവുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരില്ല. ഞാൻ തിരിച്ചു വിളിച്ചു നോക്കുമ്പോൾ ആ നമ്പർ കിട്ടുന്നതുമില്ല. അപ്പോൾ മാലിനി വന്ന ശേഷമാണ് ജയശങ്കറിന് ഇങ്ങനെ ഒരു അജ്ഞാത ശത്രു ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മാലിനിയും അയാളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ആരാണെങ്കിലും നമുക്ക് അയാളെ കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മളോടൊപ്പം കൂടെ നിർത്തണം. സ്വാമി എത്രയും പെട്ടെന്ന് അയാൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പുതിയ ജയശങ്കറിൻ്റെ ശത്രുവിനെ കണ്ടുപിടിക്കാൻ ഒരുങ്ങുകയാണ്.